അവരെ അസാധ്യമെന്ന് പറഞ്ഞ പല കാര്യങ്ങളും അവരുടെ ജീവിതത്തിൽ സാധ്യമാകുവാനിടയായി. സ്തോത്രം. അങ്ങനെയാണെങ്കിൽ ഞങ്ങളെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ഇന്ന് പകൽ നിന്റെ ജീവിതം വഴിമുട്ടി നിൽക്കുകയാണോ? നിന്റെ ജീവിതത്തിലെ എല്ലാ വിഷയങ്ങളും അസാധ്യമായ നിലയിൽ, അസാധ്യതകളുടെ അതേ നിലയിലാണോ നിൽക്കുന്നത്? എല്ലാ അസാധ്യതകളെയും സാധ്യമാക്കി തരുന്ന ഒരു ദൈവം ഇന്ന് പകൽ ഞങ്ങൾ പ്രസംഗിക്കുന്ന യേശു ആണ്. ആ യേശുവിൽ നീ നിന്റെ ജീവിതം സമർപ്പിക്കുവാൻ തയ്യാറാകുന്നുവെങ്കിൽ അത് നിന്റെ ജീവിതത്തെ പണിയുന്ന ഒരു ദൈവം ഇന്ന് പകൽ ഇവിടെ വന്നിട്ടുണ്ട്. സ്തോത്രം. അപ്പോൾ അനുദിനം മനുഷ്യൻ മാറ്റങ്ങൾക്ക് വിധേയമായിക്കൊണ്ടിരിക്കുകയാണ്. സ്തോത്രം. അങ്ങനെ മാറ്റങ്ങൾക്ക് വിധേയമായ മനുഷ്യൻ വിദ്യാഭ്യാസ മേഖലകൾ നമ്മൾ എടുത്തു പഠിച്ചു കഴിഞ്ഞാൽ അനേക ഭാഷകൾ സംസാരിക്കുന്ന മനുഷ്യൻ, അനേക രാജ്യങ്ങളിൽ സഞ്ചരിക്കുന്ന മനുഷ്യൻ, അങ്ങനെ വേണ്ട അത് ആകാശത്തെയും ഭൂമിയെയും കീഴടക്കിക്കൊണ്ട് മനുഷ്യനിങ്ങനെ അറിവിന്റെ ലോകത്ത് വിരാജിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്ന മനുഷ്യൻ ഇന്നും പല വിഷയത്തിൽ പരാജിതനായിക്കൊണ്ടിരിക്കുകയാണ്. ആമേൻ. പാപം ചെയ്യുന്ന കാര്യത്തിൽ മനുഷ്യൻ പാപത്തിന്റെ പടുകുഴിയിലേക്ക് വീണുകൊണ്ടിരിക്കുകയാണ്. ഓരോ ദിവസം കഴിയുമ്പോഴും അതേ സ്വതം മനുഷ്യനെ നമ്മൾ എടുത്തു പഠിച്ചാൽ മനസ്സിലാക്കുവാൻ കഴിയുന്നു. അതേ അവന് വിദ്യാഭ്യാസമുണ്ട്, അതേ മാറ്റങ്ങൾക്കൊക്കെ വിധേയമാകുന്നുണ്ട്. പക്ഷേ അതേ അവന് ചില കാര്യങ്ങളിൽ നിന്ന് മുക്തി നേടുവാൻ കഴിയുന്നില്ല. അവന്റെ പാപ പ്രകൃതിയിൽ നിന്ന് അവന് മുക്തി നേടുവാൻ കഴിയുന്നില്ല. സ്തോത്രം. ഇന്ന് നമ്മള് മാധ്യമ ലോകമൊക്കെ എടുത്തു പഠിച്ച വാർത്താ മാധ്യമങ്ങളൊക്കെ തുറന്നു വെച്ചാൽ നമുക്ക് നിന്നും കേൾക്കുവാൻ കഴിയുന്നത് അതേ സ്കൂളുകളിൽ പഠിക്കുന്ന കുഞ്ഞുങ്ങൾ പോലും ലഹരികൾ കടിമയാകുന്ന ഒരു ലോകത്തിലാണ് നാം ഓരോരുത്തരും ജീവിക്കുന്നത്. സ്തോത്രം. ഇന്നത്തെ അതേ സ്തോത്രം കേരളത്തിലെ ഓരോ ആഘോഷത്തിന്റെ ദിനങ്ങൾ കടന്നു വരുമ്പോഴും ഓണം, ക്രിസ്തുമസ്, അങ്ങനെ ഏത് ആഘോഷം തന്നെ ആയിക്കൊള്ളട്ടെ, ഏത് ആഘോഷങ്ങൾ വന്നാലും അതിന്റെ പിറ്റേ ദിവസം ഞെട്ടിക്കുന്ന കണക്കുകൾ പുറത്തു വരും. അതേ കോടികളുടെ മദ്യം വിറ്റഴിക്കപ്പെട്ടു എന്നുള്ള വാർത്തകളാണ് നമ്മുടെ കാതുകളിൽ വന്ന് പതിക്കുന്നത്. നമ്മളെന്ന് വെച്ചാൽ ഇത്രയൊക്കെയും അതേ അറിവ് സമ്പാദിച്ചിട്ട് ഇത്രയൊക്കെയും മാറ്റങ്ങൾക്ക് വിധേയപ്പെട്ട മനുഷ്യന് എന്തുകൊണ്ട് ഈ പാപത്തിൽ നിന്നൊരു മോചനം നേടുവാൻ കഴിയുന്നില്ല? സ്തോത്രം. അത് നമുക്കറിയാം. ലഹരി നേടിയുള്ള മനുഷ്യന്റെ അതേ അന്വേഷണം എവിടെ ചെന്നെത്തിയിരിക്കുന്നു നമുക്കറിയാം. എന്ന് അതേ MDMA പോലെയുള്ള മാരകമായ ലഹരി മരുന്നുകൾ, കെട്ടുകേൾവി പോലും ഇല്ലാത്ത ലഹരി മരുന്നുകൾക്ക് അടിമയായിക്കൊണ്ട് അതേ മനുഷ്യൻ തന്റെ ജീവിതം നയിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് അതിനുവേണ്ടി മനുഷ്യൻ എന്തും ചെയ്തു കൂട്ടുന്ന ഒരു ലോകത്തിലേക്ക് നമ്മൾ വന്നിരിക്കുകയാണ്. സ്തോത്രം. അതിനുവേണ്ടി അവൻ അതേ സ്വന്തം മോഷ്ടിക്കുന്നു, കൊല ചെയ്യുന്നു, അതേ എന്തിനും മടിക്കാത്ത ഒരു ലോകത്തിലാണ് മനുഷ്യൻ ഇന്ന് പകൽ ജീവിക്കുന്നത്. ഇതിന്റെയൊക്കെ അടിസ്ഥാനം എന്താണ്? ഇതിലേക്ക് മനുഷ്യനെ നയിക്കുന്ന ശക്തി ഏതാണ്? അത് മറ്റൊന്നുമല്ല, വേദപുസ്തകത്തിന്റെ ഭാഷയിൽ പറഞ്ഞാൽ അതിന് പിശാചെന്നാണ് വേദപുസ്തകം അതിനെ വിളിച്ചു പറയുന്നത്. മനുഷ്യനെ സകലവിധമായ പാപത്തിലേക്ക് നയിക്കുന്ന ഒരു ശക്തി ഉണ്ടെങ്കിൽ അത് ഈ പിശാചാണ്. ആ പിശാചിൽ നിന്ന് നീ വിടുവിക്കപ്പെട്ടെങ്കിൽ മാത്രമേ നിനക്ക് ഇതിനകത്തുനിന്നൊരു മോചനം നേടുവാൻ കഴിയത്തുള്ളൂ. സ്തോത്രം. പിശാച് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്? നിന്റെ അതേ ശരീരത്തിനകത്ത് പ്രവേശിച്ചാണ് പിശാച് നിന്നിൽ പ്രവർത്തിക്കുന്നത്. സ്തോത്രം. അത് മനസ്സിലാകണമെങ്കിൽ നിങ്ങൾ തിരുവല്ല എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് സ്തോത്രം KP യോഹന്നാൻ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ ജീവിച്ച് അദ്ദേഹം അടിച്ചിറക്കിയ ഒരു ട്രാക്ട് ഉണ്ട്, തമ്പിയുടെ ഹൃദയം എന്ന് പറയും. അതിനകത്ത് ഒരു മനുഷ്യന്റെ ഹൃദയത്തിന്റെ പടം വരച്ചെടുത്ത് അതിനകത്ത് അതേ പാമ്പ്, തേള്, അതുപോലെയുള്ള ക്ഷുദ്ര ജീവികൾ ആ ഹൃദയത്തിനകത്തിരിക്കുന്ന ഒരു ചിത്രം കൊടുത്തിട്ടുണ്ട്. സ്തോത്രം. എന്ന് പറയുന്ന പോലെ മനുഷ്യനെ മൃഗ സ്വഭാവമാക്കി തീർക്കുന്ന അതേ സ്തോത്രം ഒരു വ്യക്തിത്വമാണ് പിശാച് എന്ന് പറയുന്നത്. സ്തോത്രം. ഹല്ലേലൂയ. നമ്മള് വീടുകളിലൊക്കെ സാധാരണ ഇരിക്കുമ്പോൾ നമ്മളൊക്കെ പറയാറുണ്ട്, അച്ചായനാണെങ്കിൽ നല്ല സ്വഭാവമാണ്, പക്ഷെ അങ്ങനെ ഇരിക്കുന്നതിന്റെ ഇടയ്ക്ക് അച്ചായന്റെ ദേഹത്തൊരു പിശാചം കയറും. നമ്മളത് വളരെ നിസ്സാരമായിട്ടാണ് പറയുന്നത്, പക്ഷേ അത് സാധാരണ അതിന്റെ സത്യം. അച്ചായൻ കുഴപ്പക്കാരനൊന്നുമില്ല, പക്ഷെ ഇരിക്കുന്നതിന്റെ ഇടയ്ക്ക് അച്ചായന്റെ ഉള്ളിലൊരു പിശാചങ്ങി കയറും. പിന്നെ എന്തോ അച്ചായൻ കാണിക്കുന്നെന്ന് അച്ചായൻ അറിയത്തില്ല. സ്തോത്രം. അതുകൊണ്ടാണ് അത് സ്തോത്രം വേദപുസ്തകം പറയുന്നത്, ഈ പിശാചിനെ അത് പുറത്താക്കാതല്ലാതെ മനുഷ്യ നിനക്ക് ജീവിതത്തിൽ രക്ഷയില്ല. സ്തോത്രം. ആ പിശാചിന്റെ പിടിയിൽ നിന്ന് മനുഷ്യനെ വിടുവിക്കുന്ന ഒരുവൻ മാത്രമേ ഉള്ളൂ. അത് കർത്താവായ യേശു ക്രിസ്തുവാണ്. ആമേൻ.
അതിനെക്കുറിച്ച് കർത്താവ് വേദപുസ്തകത്തിൽ ഒരു സംഭവം വേദപുസ്തകത്തിലെ ഒരു സംഭവം നമുക്ക് വളരെ വ്യക്തമായി കർത്താവ് സംഭവത്തിൽ കൂടി നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. ഗദര എന്ന് പറയുന്ന ഒരു ദേശത്ത് ഒരു മനുഷ്യൻ ജീവിച്ചിരുന്നു. അവനെക്കുറിച്ച് അവന്റെ ശരീരത്ത് 6000 ഭൂതങ്ങൾ ബാധിച്ചിരുന്നു. അവനെ കുറിച്ച് പറയാം, അവൻ പാർക്കുന്നത് കല്ലറയ്ക്കകത്താ, കല്ലറകൾ ഉള്ള പ്രദേശത്താണ്, അതായത് ശവപ്പറമ്പിലാണ് അവൻ പാർക്കുന്നത്. അവനെ ആർക്കും അടക്കുവാനോ ഒതുക്കുവാനോ കഴിയത്തില്ല. ചങ്ങലകൾ കൊണ്ട് ബന്ധിച്ചാൽ പോലും അവൻ ആ ചങ്ങലകളെ പൊട്ടിച്ച് പുറത്തു വരുവാൻ അത്രയ്ക്ക് ശക്തനായ ഒരു മനുഷ്യനാണ്. പക്ഷേ കർത്താവ് ആ ഗദരസ് ദേശത്ത് കാൽ ചവിട്ടിയപ്പോൾ അവന്റെ ഉള്ളിൽ വ്യാപരിച്ച പിശാചുകളെല്ലാം കർത്താവിന്റെ കാൽക്കൽ വന്ന് വീണ് കർത്താവിനെ നമസ്കരിക്കുവാനിടയായി. കർത്താവ് ആ മനുഷ്യനെ നോക്കിക്കൊണ്ട് പറഞ്ഞു, പിശാചി ഈ മനുഷ്യനെ വിട്ടു പോകുക എന്ന് പറഞ്ഞപ്പോൾ അത് അവനെ കുറിച്ച് പറയുന്നത്, അത് ആ മനുഷ്യന് ആ കല്ലറകളിൽ പാർത്ത് അവൻ വസ്ത്രം പോലും ധരിക്കാതെ നഗ്നനായിട്ടാണ് അവൻ ആ കല്ലറയിൽ അത് താമസിച്ചു എന്ന് വെച്ചാൽ മനുഷ്യന്റെ സുബോധത്തെ നഷ്ടപ്പെടുത്തുന്ന ഒരു വ്യക്തിത്വം ഉണ്ടെങ്കിൽ അത് പിശാചാണ്. ആ പിശാചിൽ നിന്ന് മോചനം പ്രാപിച്ചപ്പോൾ ആ മനുഷ്യൻ കർത്താവിന്റെ കാൽക്കൽ അതേ വസ്ത്രം ധരിച്ചുകൊണ്ട് വന്നിരുന്നു കൊണ്ട് അതേ കർത്താവിന്റെ സാക്ഷിയായി അതേ ദെക്കപ്പോലിത്തെ എന്ന് പറയുന്ന പട്ടണത്തിൽ കർത്താവിനെ സാക്ഷീകരിക്കുവാനിടയായി. എന്ന് പറയുന്ന പോലെ ഒരു കാലഘട്ടത്തിൽ അതേ ഞങ്ങളും ഞങ്ങളുടെയൊക്കെ ജീവിതത്തിൽ അതേ ആരും ചെയ്യുവാൻ മടിക്കുന്ന കാര്യങ്ങൾ ചെയ്തുകൊണ്ട് അതേ മദ്യത്തിനും മയക്കുമരുന്നിനൊക്കെ അടിമയായിട്ടൊരു ഭ്രാന്തനെ പോലെ സഞ്ചരിച്ച ഒരു കാലഘട്ടം ഞങ്ങളുടെയൊക്കെ ജീവിതത്തിലുണ്ട്. ഞങ്ങളെ അതിലേക്ക് നയിച്ച ആ പിശാചിനെ ഞങ്ങളിൽ നിന്ന് പുറത്താക്കി അതേ സ്തോത്രം ദൈവത്തിന്റെ ആത്മാവിനെ ഞങ്ങളുടെ ഉള്ളിലാക്കി അമേശ് ഞങ്ങളിൽ അത് നല്ലൊരു ലക്ഷ്യബോധം നൽകി തന്ന ഒരു യേശുവിനെയാണ് ഇന്ന് പകൽ ഞങ്ങളിവിടെ സാക്ഷീകരിക്കുന്നത്. സ്തോത്രം. അതേ ദൈവത്തിന്റെ പൈതലേ, ഞങ്ങളിൽ മാറ്റത്തെ കൊണ്ടുവന്ന ദൈവം. സ്തോത്രം. അതെ, അതുകൊണ്ട് നമ്മുടെ അറിവുകൾ നമ്മളെ തീർച്ചയായിട്ടും മാറ്റും. ഇന്ന് പകൽ ഞങ്ങൾ ഇവിടെ പ്രസംഗിച്ച യേശുവിനെ കുറിച്ച് നിങ്ങൾ ഇന്നലെ വരെ അറിഞ്ഞിട്ടില്ലാത്തവരാണെങ്കിൽ ഇന്ന് പകൽ ഞങ്ങൾ പറയുന്ന ഈ സന്ദേശത്തിൽ കൂടി ഞങ്ങൾ പറയാം, കർത്താവായ യേശു അവൻ രോഗികളെ സൗഖ്യമാക്കുന്നവനാണ്. കർത്താവായ യേശു അവൻ പാപികളെ വിടുവിക്കുന്നവനാണ്. സ്തോത്രം. കർത്താവായ യേശു ക്രിസ്തു അതേ വീണ്ടും ഈ ലോകത്തിലേക്ക് വരും. അതേ പാപത്തിൽ നിന്ന് രക്ഷിക്കപ്പെട്ടവരെ ചേർക്കുവാൻ കർത്താവായ യേശു ക്രിസ്തു ഈ ലോകത്തിലേക്ക് വരുവാനിടയായി തീരും. അതുകൊണ്ട് ദൈവത്തിന്റെ പൈതലേ, ഇന്നലെ വരെ രക്ഷബോധമില്ലാത്തൊരു ജീവിതമാണോ നീ നയിച്ചത്? നിന്നെ തകർക്കുന്ന എന്തോ ഒന്ന് നിന്റെ ഉള്ളിൽ വ്യാപരിച്ചാണോ ഇന്ന് പകൽ നീ ആയിരിക്കുന്നത്? അതിൽ നിന്ന് നിന്നെ മോചിപ്പിക്കുന്ന, നിന്റെ ജീവിതത്തിൽ ഒരു ലക്ഷ്യബോധത്തെ തരുന്ന ഒരു കർത്താവ് ഇന്ന് പകൽ ഞങ്ങൾ പ്രസംഗിക്കുന്ന യേശു ക്രിസ്തുവാണ്. ആ യേശു ക്രിസ്തുവിൽ നീ നിന്റെ ജീവിതത്തെ സമർപ്പിച്ചു കൊടുക്കുവാൻ തയ്യാറാകുമെന്നുവെങ്കിൽ ഞങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതത്തെ മാറ്റിമറിച്ചതുപോലെ, ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു ലക്ഷ്യബോധം ഉണ്ടാക്കി തന്നതുപോലെ നിനക്കും നിന്റെ കുടുംബത്തിനും ലക്ഷ്യബോധം തരുന്നൊരു ദൈവമുണ്ട്. അതുകൊണ്ടാണ് വചനം പറയുന്നത്, അമേശു കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്ക, എന്നാൽ നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. അതുകൊണ്ട് ഈ യേശു ക്രിസ്തുവിൽ വിശ്വസിച്ച് തുടർന്നുള്ള നിന്റെ ജീവിതം നയിക്കുവാൻ തയ്യാറാകുന്നുവെങ്കിൽ സ്തോത്രം. മദ്യത്തിൽ നിന്ന്, മയക്കുമരുന്നിൽ നിന്ന്, അധാൻമാർഗികമായ ജീവിതത്തിൽ നിന്ന് നിന്നെ വിടുവിക്കുന്ന ഒരു ദൈവമുണ്ട്. ആ ദൈവത്തിൽ നിങ്ങളുടെ ഹൃദയം സമർപ്പിക്കുക. നിങ്ങളായിരിക്കുന്നിടത്ത് നിങ്ങളെ തന്നെ ഒരു നിമിഷം സമർപ്പിച്ച് നിങ്ങളുടെ ഹൃദയം ദൈവത്തിലേക്ക് വിട്ടുകൊടുക്കുക. നിങ്ങൾക്ക് വേണ്ടി കർത്താവിന്റെ ദാസന്മാർ ഇപ്പോൾ പ്രാർത്ഥിക്കും. നിങ്ങളായിരിക്കുന്നിടത്ത് പ്രാർത്ഥനയോടുകൂടി ആയിരിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. കർത്താവായ യേശു നിങ്ങളേവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.